إن الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യരായ സത്യവിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അതിനായി അള്ളാഹു നമ്മെ എല്ലാവരെയും തുടങ്ങേണ്ടത്. വിശ്വാസം നമ്മുടെ സൂറത്തുൽ മുൽക്കിലെ 29ാമത്തെ വചനമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിച്ചത്. നമുക്കതിന് ഒരു ഭാഗം കൂടി അലൈഹി തവക്കൽ എന്ന ഭാഗം അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാം. നമുക്കാദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ തുടങ്ങിയത് നമുക്ക് ആദ്യം ഓതിയിട്ട് ബാക്കി നമുക്ക് വിശദീകരിക്കാം. ഒപ്പം ഈ അത് വേണം ക്ലാസ് തുടങ്ങി പിന്നെ ഫാമിലി ലൈറ്റിലൊന്നും കളിക്കാം. എല്ലാം ശരി. അള്ളാഹുവിന്റെ ദീന് കേൾക്കുന്നത് സ്വഹാബത്തിന്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു വലിയ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ വലിയ സാഹിത്യകാരന്മാരോ എഴുതിയ ബുക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രപഞ്ചത്തിന്റെ വലുപ്പവും അള്ളാഹിന്റെ കുർസിയുടെ വലുപ്പവും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിൽ അള്ളാഹുവിന്റെ വലുപ്പവും മഹത്വവും നമ്മൾ ആ അള്ളാഹുവിന്റെ വാക്കുകളാണ് പഠിക്കുന്നത്. ബോധത്തോടെ വളരെ ശ്രദ്ധയോടെ കേട്ട് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം എന്ന ചിന്തയോടെ നമുക്ക് ഒപ്പം قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من
നമ്മളിതിന്റെ വാക്കർത്ഥങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു അല്ലേ? പറയുക, നബിയോട് മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറയാൻ പറയും, പ്രഖ്യാപിക്കാൻ പറയും, അവൻ അല്ലാഹു പരമകാരുണ്യകനത്ത്, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ റഹ്മാനായ അല്ലാഹുവിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അവന്റെ മേൽ തന്നെ, റഹ്മാനായ അല്ലാഹുവിന്റെ മേൽ തന്നെ ഞങ്ങൾ പരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അടുത്ത് നിങ്ങൾക്ക് അറിയാറാകും സ്പഷ്ടമായ വഴിപിഴവിൽ ആരാണുള്ളത് എന്ന്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു അല്ലേ? മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകനെ വധിക്കാൻ ശ്രമിച്ചു. ഇതിന് തൊട്ടുമുമ്പായിട്ട് അതാണ് 28-ാം കാര്യം. പ്രവാചകനെയും സ്വഹാബത്തിനെയും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴാണ് മുഹമ്മദ് നബിയായ എന്നെയും എന്റെ കൂടെയുള്ളവരെയൊക്കെ നശിപ്പിക്കുകയും കൊല്ലുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് അതുകൊണ്ട് എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നരകത്തിൽ നിന്ന് അവനവന്റെ തടി എങ്ങനെ രക്ഷിക്കാന്നുള്ളതാണ്. അവൻ നബിയും സ്വഹാബത്തും മോശക്കാരാണ്. അതുകൊണ്ടാണ് അപ്പൊ അവരെ ഓടിപ്പിക്കാനും നാട്ടിൽ നിന്ന് തള്ളിവിടാനും ഓടിക്കാനും കൊല്ലാനൊക്കെ ശ്രമം നടത്തുന്നത്. അപ്പൊ പ്രവാചകനോട് പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അല്ലാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ കരുണ ചെയ്യുന്ന റഹ്മാനായ അല്ലാഹുവിലാണ്. പിന്നെ ഞങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങളാവട്ടെ റഹ്മാനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുമില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ ഞങ്ങൾ കൊന്നാലും ആട്ടിവിട്ടാലൊന്നും നിങ്ങൾക്ക് ഭയക്കേണ്ടതില്ല. അതാണ് ഇതിലൂടെ നമ്മൾ അറിയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച റഹ്മാനായ അല്ലാഹുവിന്റെ നമ്മുടെ ഈമാൻ, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? നമ്മുടെ ഈമാനും ബില്ല എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഭാഗവുമായി ചേർന്നതല്ല, നമ്മുടെ 3 ഭാഗങ്ങളും ഒരുമിച്ച് ചേരും. ഒന്ന്, നമ്മുടെ ഖൽബിൽ അല്ലാഹു സത്യമാണ്, അല്ലാഹു റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശരി എന്ന് ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തണം. മാത്രമല്ല അത് നാവ് കൊണ്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതിനനുസരിച്ച കർമ്മങ്ങൾ നമ്മുടെ അവയവങ്ങളിലും ജീവിതത്തിലും കാണണം. ഇത് 3ഉം ചേരുമ്പോഴാണ് നമ്മുടെ ഈമാൻ ശരിയാവില്ല എന്ന് നമ്മൾ പറയും. നമ്മുടെ ഈ ആഴ്ച നമുക്ക് പറയാനുള്ളത്, എല്ലാവരോടും കരുണ കാണിക്കുന്ന അല്ലാഹുവിലാണ് നിങ്ങൾ വിശ്വസിച്ചത്. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞു അലൈഹി തവക്കൽന, എല്ലാവരോടും അല്ലാഹു വഴിപ്പെടുന്നവരോടും വഴിപ്പെടാത്തവരോടൊക്കെ കരുണ കാണിക്കുന്ന, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന അല്ലാഹുവിലാണ്, അവന്റെ മേൽ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാ കാര്യവും തവക്കൽ ചെയ്തിരിക്കുന്നു. ശരിക്കും ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം നമ്മൾ നേരെ പറയാറുള്ളത് അല്ലാഹുവിൽ പരമേൽപ്പിക്കുക എന്നാണ്. ശരിക്കും അതിന്റെ ഭാഷാപരമായ അർത്ഥം, തവക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം അൽജഅ്തുഹു ഇലൈഹി. ഈ വാക്ക് നമ്മൾ എവിടെയോ ചെല്ലാറുണ്ടല്ലോ കിടക്കാൻ പോകുമ്പോ. അൽജഅ്തുഹു ഇലൈഹി എന്ന് വെച്ചാൽ ഇതിന്റെ ശരിക്കും അർത്ഥം എന്താണ്? അല്ലാഹുവിലേക്ക് ഞാൻ അർപ്പിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ അർപ്പിച്ചിരിക്കുന്നു. ഓക്കെ, വഅതമദതു അലൈഹി, അതാണ് തവക്കൽ ചെയ്യാന്ന് പറഞ്ഞത്. അതിന്റെ ഭാഷാർത്ഥാണ് പറഞ്ഞത്. ആ അല്ലാഹുവിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലാഹുവിനെ അവലംബിച്ചിരിക്കുന്നു, അവലംബിച്ച് ജീവിക്കുന്നു. വേറെ ആരും വസല്ലംതുഹു അംരി, എന്റെ എല്ലാ കാര്യം, അംരി എന്റെ എല്ലാ കാര്യം, ദുനിയവി ഉഖ്റവി ഒക്കെ സല്ലംതുഹു ആരെ ഏൽപ്പിച്ചു? അല്ലാഹുവിനെ. അപ്പൊ നമ്മൾ തവക്കൽ ചെയ്തു, അല്ലാഹുവിൽ തവക്കൽ ചെയ്തു പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവിൽ അർപ്പിച്ചിരിക്കുന്നു. ഏത് വിഷയത്തിലും എനിക്ക് ഹൈറ് കിട്ടാനും ഷർറ് നീങ്ങാനും എല്ലാ കാര്യത്തിലും ഞാൻ അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ചും അവലംബിച്ചും ജീവിക്കും. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല, അവൻ നോക്കിക്കോ. ഇതാണ് തവക്കുൽ എന്നതിന്റെ ഭാഷ. ഇനി അതിന്റെ സാങ്കേതികമായ തവക്കുലിന്റെ അർത്ഥം ഹുവ സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്. നമ്മൾ അല്ലാഹുവിനെ മാത്രം ആശ്രയിക്കുക, അവലംബിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും അതിനൊരു സത്യസന്ധത ഉണ്ട്, വെറുതെ പറയല്ല. ബടായിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ കെട്ടുപോകും, ഈ പുതിയ ബിൽഡിംഗിന് മുന്നിലൊക്കെ തവക്കൽതു അലല്ലാഹ് വണ്ടിന്റെ മുന്നിൽ തൂക്കിയിട്ട് കാണാം, വണ്ടിയുടെ പിന്നിൽ എഴുതി വെച്ച് കാണാം. അങ്ങനെ വെറുതെ ബടായിക്കൊണ്ട് വെറുതെ എഴുതി വെച്ച വാചകമതി മാത്രമാകരുത്.
ഹുവ സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, അല്ലാഹുവിനെ ആശ്രയിക്കുന്നതിലും അവലംബിക്കുന്ന ഒരു സത്യസന്ധത കാണിക്കുന്നത്. തഫ്വീദുൽ അംർ ഇലൈഹി, ഫവ്വദ്തു അംരി ഇലൈക കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥനയിൽ അല്ലേ എന്താണ് തഫ്വീദ് എന്ന ശരിക്കും അതിന്റെ അർത്ഥം അധികാരം ഏൽപ്പിക്കുക. നമ്മളെന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ അധികാരം വിശ്വസിച്ച് ഏൽപ്പിക്കും. അവര് നന്നായി രാജ്യകാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. പക്ഷെ ശരിക്കും ചെയ്യാറില്ല. ശരിക്കും ചെയ്യുന്നത് നമ്മുടെ നാട് ഗൾഫ് നാടിനേക്കാളും നന്നായിട്ട് പോകുന്നു. അത്രമാത്രം നികുതിയും ടാക്സും ഇവിടെ പിരിച്ചെടുക്കുന്നു. പക്ഷെ അത് മറ്റൊരു വിഷയം. നമ്മുടെ ഈ വാക്കിന്റെ അർത്ഥം പറയും, എന്റെ എല്ലാ കാര്യങ്ങളും അത് നന്നാകാൻ വേണ്ടി, ഷെറ് നീങ്ങാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നു, അള്ളാഹുവിനെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിലൊരു നല്ല സത്യസന്ധത പുലർത്തുക. അള്ളാഹ് നമ്മുടെ അധികാരം ഏൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? നമ്മള് പിടയാൻ പറഞ്ഞ. കാരണം നമ്മൾ ആരെ ഏൽപ്പിച്ചത്? ഏറ്റവും വലിയവനായ അള്ളാഹുവിനാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് പിന്നെ ബേജാറ് പാടില്ല. അങ്ങനെ എന്താണ് ശരിക്കും തവക്കുൽ? ഇങ്ങനെ അതിന്റെ ആശയങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യങ്ങളിൽപ്പെട്ട നന്മകൾ കിട്ടാൻ, ദുനിയാവിലും ആഖിറത്തിലും നന്മകൾ നമുക്ക് കിട്ടാൻ, അതുപോലെ തന്നെ തിന്മകൾ തടുക്കാൻ സത്യസന്ധമായി അള്ളാഹുവിനെ ആശ്രയിക്കലാണ് ശരിക്കും തവക്കുൽ. ദുനിയാവിലും ആഖിറത്തിലും നന്മ കിട്ടാൻ, ദുനിയാവിലെ ആഖിറത്തിലെയും തിന്മ തടുക്കാൻ നമ്മൾ ആരെ? അള്ളാഹുവിനെ മാത്രം സത്യസന്ധമായിട്ട് എന്ത് ചെയ്യാൻ? ആശ്രയിക്കുക. അങ്ങനെ നമ്മൾ ആരെ? പലപ്പോഴും മനുഷ്യന്മാർ എന്നും ജീവിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിന് പകരം അല്ലാത്ത പലതിനെയും നമുക്ക് ആശ്രയിക്കുന്നതാണ്. നമ്മൾ അള്ളാഹു പറയുന്നുണ്ട്, നമ്മൾ ആരെയാണ് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഹൈറ് ലഭിക്കാൻ, ഷർറ് നീങ്ങാൻ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ആരെയാണ് ഭരമേൽപ്പിക്കേണ്ടത്? നമ്മുടെ കാര്യങ്ങളൊക്കെ ആരിലാണ് അധികാരം ഏൽപ്പിക്കേണ്ടത്? അള്ളാഹു പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്ത്. ഉറക്കം വരുന്ന ഒപ്പം മഗ്രിബിന്റെ ഉറക്കം തുടങ്ങി അറിയുമല്ലേ? മഗ്രിബിന്റെ ഉറക്കല്ല. തവക്കലിന്റെ ഭാഷാപരമായ അർത്ഥവും സാങ്കേതിക അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞു. തവക്കൽ, നീ നിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിക്കും. അള്ളാഹുവിന് ഏൽപ്പിക്കും. ആരിലാണ് ഏൽപ്പിക്കുന്നത്? വാക്ക് ശ്രദ്ധിക്കുക. എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. അല്ലദീ ലാ യമൂതു, മരിക്കാത്തവനായ എന്നെന്നും ജീവിക്കുന്നവനിൽ നിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ നാമത്തെയൊക്കെ പ്രകീർത്തനം ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യാം. തന്റെ ദാസന്റെ പാപങ്ങളെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവരാണ് അള്ളാഹു, അതിന് മതിയായവനാണ്. അപ്പോൾ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നത്, നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാകാനും ഷെറ് നീങ്ങാനും പല കാര്യങ്ങൾക്കും നമ്മൾ ആരെയാണ് അവലംബിക്കേണ്ടത്, ആരെയാണ് ആശ്രയിക്കേണ്ടത്, ആരിലാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടത്? ഒരിക്കലും മരിക്കാത്ത എന്നൊന്നും ജീവിക്കുന്നവനിലേക്ക്, അല്ലേ? അങ്ങനെ ശരിക്ക് മരിക്കുകയും ഈ ആയത്തിൽ പഠിപ്പിക്കുന്നതാണ്, മരിക്കുകയും നശിക്കുകയും ചെയ്യുന്ന യാതൊന്നിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ആയത്താണ് അവിടെ പരമേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഏൽപ്പിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും. ഇപ്പൊ പല ആളുകളും മരിച്ചുപോയ മഹാന്മാര്, അതുപോലെ തന്നെ ശൈഖുനമാര്, ഇങ്ങനെ പലതിനെയും ആശ്രയിച്ചിട്ടാ ജീവിക്കും. ശരിക്കും നമ്മൾ അത് ശിർക്കിന്റെ ഒരു ഇനം വരുന്ന തവക്കുൽ ഒന്ന് പാടിയാൽ അത് ശിർക്ക് വരും. അതുകൊണ്ട് അള്ളാഹു വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞു, ഒരിക്കലും മരിക്കുന്ന നശിക്കുന്ന യാതൊന്നിനും നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കണ്ട. എത്ര മനുഷ്യന്മാരാണ് ജാറങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് ജാറകളിൽ പോകുക, അവരുടെ രോഗം മാറാൻ ആരേൽപ്പിക്കുക? അവിടെ ജാറത്ത് അവലംബിക്കുക, ഔലിയനെ അവലംബിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളാകുമ്പോൾ ബീവിമാരുടെ അടുത്തേക്ക് പോവുക. ശരിക്കും തവക്കുൽ എന്താ? തവക്കുൽ അതാണ് അതിന്റെ ഒരു ആശയം. അള്ളാഹു തവക്കുൽ എന്ന് വെച്ചാൽ കൽബിന്റെ ബന്ധം മുറിക്കലാണ്.
അല്ലാത്തതുമായിട്ടുള്ള നമ്മുടെ കൽബിന്റെ കണക്ഷൻസ് എന്ത് ചെയ്യുക, മുറിക്കുക. ജാറങ്ങള്, മരിച്ചുപോയ മഹാന്മാര്, ഇങ്ങനെ മറഞ്ഞ വഴിയിലൂടെ അഭൗതികമായ വിഷയത്തിലൂടെ നമുക്ക് രക്ഷ ലഭിക്കാൻ, നമ്മുടെ ദോഷം മാറാൻ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ അവലംബിക്കുക, അതുമായിട്ടുള്ള ബന്ധം മുറിക്കുക. അത് മുറിച്ചാൽ എന്ത് ചെയ്തു, നമ്മുടെ തവക്കൽ ശരിയായി എന്നുള്ളതാണ്. നമ്മൾ ഈ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് ഈ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഏൽപ്പിക്കുകയും അള്ളാഹുവിന്റെ സൃഷ്ടികളെ സമീപിക്കുന്ന സമയത്ത് ഏറ്റവും വലിയവനിൽ നിന്ന് ഏറ്റവും ചെറിയ നിസാരമായ ഒന്നിലേക്ക് തരം താഴുന്നു ചിന്തിക്കണം. ഇത്തരത്തിൽ മൺമറഞ്ഞു പോയ മഹാന്മാരെയും മറ്റുമൊക്കെ ആശ്രയിക്കുകയും അവരെ അവലംബിക്കുകയും ആ നിലക്ക് അവരെ സമീപിച്ചുകൊണ്ട് ശിർക്കുമായി ബന്ധപ്പെട്ട നിലക്ക് ജീവിക്കുമ്പോൾ നമ്മൾ എത്ര നിസാരമായ ഒന്നിലേക്കാണ് മനുഷ്യന്മാരെ തരം താഴുന്നത്. വലിയ അള്ളാഹു അക്ബർ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആ വലിയവനായ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ എത്ര സുഖമുണ്ട്, എത്ര രസമുണ്ട്. പക്ഷേ മനുഷ്യന്മാർ ഈ പറഞ്ഞ പോലെ അല്ലാത്ത അള്ളാഹുടെ സൃഷ്ടികളെ ആശ്രയിക്കുമ്പോൾ പ്രശ്നം എന്താ? അള്ളാഹ് പറയുന്നുണ്ട്, ദാലിക്കും അല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങൾക്ക് രാത്രിയും പകലും മാറ്റി മാറ്റി നൽകുന്ന, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് അധികാരം എല്ലാത്തിന്റെയും. ഈ ഭൂമിയുടേതാണെങ്കിലും എല്ലാത്തിന്റെയും അധികാരം അവനാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, വല്ലദീന തദഊന മിൻ ദൂനി, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരോട് ദുആ ചെയ്യുന്നു അവർ മാ യംലികൂന മിൻ ഖിത്മീർ, അവര് ഒരു ഖിത്മീർ പോലും അവരുടെ ഉടമസ്ഥതയിലില്ല. എന്താ ഖിത്മീർ? ഈ കുരുവല്ല, ആ കുരുവിന്റെ മുകളിൽ ഒരു നേർത്ത പാടക. ഈ ഭൂമിയിലെ ഏറ്റവും ദുർബലമായ വസ്തുക്കളിൽ ഒന്നാണ് ഇത് അല്ലെ. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഊതിയ, നമ്മുടെ രണ്ട് കൈ ഈ നമ്മുടെ കുരുവിന്റെ പാടൊക്കെ പിടിച്ച് ഒന്ന് ഊതിയാൽ എന്ത് ചെയ്യും? അത് പൊട്ടും. അത്രയ്ക്ക് ദുർബലമായ ഒരു വസ്തുവിന്റെ അധികാരം പോലും അള്ളാഹുവിനെ കൂടാതെ അവർ എത്ര മഹാന്മാരാണെങ്കിലും അവരുടെ കയ്യിലില്ല. അതിന്റെ ഉടമസ്ഥത അവർക്കില്ല. പിന്നെ അവരോട് ചോദിച്ചിട്ടും ഇവരുടെ മുമ്പിൽ പോയി ഇരുന്നിട്ടെന്ന കാര്യം? അതല്ല അള്ളാഹ് ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലാഹു അക്ബർ ഓർമ്മണ്ടാവും. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയി നോക്കിയോ? കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു അക്ബർ ആണെന്ന് ബോധ്യം വരാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ ഒരു ഉദാഹരണം വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞു. ഒരു കടുകുമണി കയ്യിലെടുത്ത് വെച്ചിട്ട് ഒരു കടുകുമണി നമ്മുടെ അല്ലാഹു അക്ബർ നമ്മൾ ശരിക്കും ആലോചിക്കുക. അള്ളാഹുവിനെ ഒഴിവാക്കി ഇതുപോലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ അവലംബിക്കുമ്പോൾ, അവരെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഒരു കാര്യമൊക്കെ അവരുടെ കയ്യിൽ ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും ഇല്ല. പിന്നെ എന്ത് തരാനാ? പോയി ചോദിക്കുന്നത് ക്യാൻസർ മാറ്റി തരണം, മുറാദുകളെ ഹാസിലാക്കി തരണം, കുട്ടിനെ വേണം, പല പല കാര്യങ്ങളാണ്. അല്ല പറയാ അവരുടെ കയ്യിൽ ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലില്ല. പിന്നെ ചോദിച്ചിട്ട് എന്താ കാര്യം? ആരെയും ഒഴിവാക്കുന്ന അല്ലാഹു അക്ബർ. കഴിഞ്ഞ ആഴ്ച ഓർമ്മണ്ടല്ലേ, ഒരു കടുകുമണി എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ 7 ആകാശങ്ങൾ അല്ലാഹുവിന്റെ കൈകളിൽ വെച്ച്. അത്രയ്ക്ക് ഈ പ്രപഞ്ചം തന്നെ നിസാരമല്ല. അപ്പൊ മനുഷ്യന്മാർ എത്ര നിസാരരാകും? ഈ 7 ആകാശങ്ങളില ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള വലിയ മലക്കുകൾ താമസിക്കുന്നു. ഈ ആകാശ ലോകങ്ങളെ അള്ളാഹ് ഒരു കടുകുമണി വലിപ്പമുള്ള നമ്മുടെ പോലെ കയ്യിൽ വെച്ചാൽ. അപ്പൊ ഈ കണ്ട സൃഷ്ടികളൊക്കെ അള്ളാഹിന്റെ ഒന്നുമല്ല. ഇത്രയും വലിയ മഹാനായ അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക. അള്ളാഹ് പറഞ്ഞു, ആരെയാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത്, ആരെയാണ് ആശ്രയിക്കേണ്ടത്? അള്ളാഹ് പറയും, നീ ഏൽപ്പിക്കുക, ഭരമേൽപ്പിക്കുക, ആശ്രയിക്കുക. അതിൽ നിന്റെ കാര്യങ്ങൾ നന്നാകാൻ വേണ്ടി എല്ലാ അധികാരവും ഏൽപ്പിക്കുക. ആരെ ഏൽപ്പിക്കുക? അൽ അസീസ്, പ്രതാപശാലി. മാത്രമല്ല അർ-റഹീം, നിന്നോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനായ പ്രതാപശാലിയായ അള്ളാഹുവിനെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ നിനക്ക് ബേജാറ് വേണ്ട. ഇവിടെ പോയി ഏൽപ്പിക്കുമ്പോൾ, അള്ളാഹു ഇല്ലാത്തവരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവരുടെ ആയുസ് തന്നെ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ശരീരം വരെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ പോയി. പിന്നെ അവരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് എപ്പോഴും നമ്മൾ ഓടുന്നത് അല്ലേ? ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ. നമ്മുടെ അള്ളാഹുവിന്റെ ഇത്ര വലിയ അള്ളാഹു പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരാനും അള്ളാഹു മാത്രം ആശ്രയിച്ചാൽ പോലെ.
നമ്മുടെ ശരീരം അള്ളാഹു പറയുന്നുണ്ട് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കൂ. ഒരുപാട് അള്ളാഹു മഹാനാണ്, കഴിവുള്ളവനാണ്, അവൻ മതി നിങ്ങൾക്ക് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ തെളിവുണ്ട്. നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ കോശങ്ങളാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്? 37 ട്രില്യൺ. ഇത്രയും കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ. എത്ര വരും? 37 ലക്ഷം കോടി കോശങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. ക്ലിയർ ആവുണ്ടോ? ഈ അള്ള പോലെ 37 ലക്ഷം കോടി പറഞ്ഞ വല്ല പിടുത്തം കിട്ടിയെങ്കിൽ കൂടി ഇത് ഒരു മനുഷ്യ ശരീരത്തിലാണ്. ഇന്ന് ലോകത്ത് 812 കോടിയോളം മനുഷ്യന്മാര് ഏകദേശം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ? വേൾഡ് പോപ്പുലേഷൻ 2024 ജനസംഖ്യ ഏകദേശം രജിസ്റ്റർ ചെയ്തോണ്ട് ഓരോ സെക്കൻഡിലും വേൾഡ് ബർത്ത് ക്ലോക്കിൽ രജിസ്റ്റർ ചെയ്തോണ്ടിരിക്കും. അതിങ്ങനെ പോകും. ഒരു ആവറേജ് 812 കോടി. നിങ്ങളൊന്ന് അടുത്ത ക്ലാസ്സിലും വിളിച്ചിട്ട് വരും. അള്ളാഹുവിന് മനസ്സിലാക്കും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 37 ലക്ഷം കോടി കോശങ്ങൾ. അപ്പൊ ഈ കണ്ട എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം എത്ര വരും? നിങ്ങൾ പോയിട്ട് 812 കോടി ഇൻറ്റു 37 ലക്ഷം കോടി ഗുണിക്കുക. ഇതൊക്കെ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നവനാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമനവൻ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ഈ മനുഷ്യന്മാരുടെ ശരീരത്തിന് ജീവികളുടെ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം എടുത്താൽ ചിലപ്പോ മാനത്തെ താരാപഥങ്ങളെക്കാളും കൂടും. ചിലപ്പോ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ ആഫിയത്ത്. ശരിയല്ലേ? ഇപ്പോ നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങൾ ഏകദേശം എത്ര വരും? 100 ബില്യൺ. 10,000 കോടി കോശങ്ങൾ 1.5 കിലോന്റെ താഴെ വരുന്ന നമ്മുടെ തലച്ചോറിലുണ്ട്. ഈ ന്യൂറോൺ കോശങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മ, മെമ്മറി, കാണുന്നത്, കേൾക്കുന്നത്. ഇങ്ങനെ ഈ എല്ലാം പ്രവർത്തിക്കണ്ടേ? അവൻ പോരെ ജാറത്തിൽ കിടക്കുന്ന മഹാന്മാരല്ല നമ്മുടെ ശരീരത്തിൽ ഈ കോശങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ ഇതിന് അങ്ങോട്ട് പോണത് അതല്ല അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹു പറയുന്നത് നീ അള്ളാഹുവിനെ ഏൽപ്പിച്ച് ജീവിക്ക്, തവക്കൽ ചെയ്യും. അല്ലാണ്ട് ജാറത്തിലല്ല, മരിച്ചുപോയ മഹാന്മാരല്ല. ഇത് നോക്കണേ, ഈ കോശങ്ങൾ നമുക്കിപ്പോ പണിയെടുക്കണമെങ്കിൽ എനർജി വേണ്ടേ? ഓക്സിജൻ വേണ്ടേ? ഈ കോശങ്ങൾക്കും ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം. എങ്ങനെ കിട്ടുന്നു? വല്ല ധാരണയുണ്ടോ? നമ്മൾ ഈ ശ്വസിക്കുന്ന ഓക്സിജൻ ആർക്കുള്ളതാ? ഈ പറഞ്ഞ നമ്മുടെ ശരീരത്തിലെ 37 ലക്ഷം കോടി വരുന്ന കോശങ്ങൾക്കുള്ളതാണ്. അതിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് അത് ആ കോശങ്ങളിലേക്ക് എത്തിക്കപ്പെടണം. ആരെത്തിക്കുന്നു? മരിച്ചുപോയ മഹാന്മാരാണ്. നിങ്ങൾ ആലോചിച്ചു, അല്ലേ അല്ല, ശൈഖുനമാരല്ല, അല്ലാഹ്. അതിന് അള്ളാഹു വെച്ചൊരു സംവിധാനമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കേട്ടിട്ടുണ്ടോ? ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിൽ ശരിക്കും കേൾക്കാട്ടോ. അള്ളാഹുവിനെ തിരിച്ചറിയില്ലല്ലോ മനുഷ്യന്മാർ. നമ്മുടെ സ്വന്തം ശരീരത്തിൽ നോക്കിയ മഹാനായ അള്ളാഹുവിനെ കണ്ടെത്താം. അവൻ മതി, എല്ലാം അവനെ ഏൽപ്പിച്ച് സമാധാനത്തോടെ ജീവിച്ചൂടെ? അല്ലേ? ജീവിച്ചൂടെ? നമ്മുടെ തവക്കലിന്റെ വിഷയം. അതുപോലെ നമ്മുടെയൊക്കെ ഓരോ മനുഷ്യന്റെ ശരീരത്തിൽ അരുണ രക്താണുക്കൾ എന്താണ്, അല്ലെങ്കിൽ ചുവന്ന രക്താണ്, റെഡ് ബ്ലഡ് സെല്ല് എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഏകദേശം 30 ലക്ഷം കോടി ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ക്ലിയർ? ഉറപ്പിച്ചില്ലേ? എത്ര എന്ന് പറയും? 30 ലക്ഷം കോടി. ശ്രദ്ധിക്കുക, ഈ ഓരോ അരുണ രക്താണുക്കളിലും അള്ളാഹു ഹീമോഗ്ലോബിൻ തന്മാത്രകൾ വെച്ചിട്ടുണ്ട്. ഒരു അരുണ രക്താണുവിലുള്ള ഹീമോഗ്ലോബിന്റെ എണ്ണം ഏകദേശം 260 മില്യൺ ഒരെണ്ണത്തിൽ. ഒരെണ്ണത്തിൽ അങ്ങനെ എത്ര ഉണ്ട്? ഓരോ 30 ലക്ഷം കോടിയിലും 200 ബില്യൺ ഈ ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ പ്രവർത്തിച്ചില്ലെങ്കിലും പ്രശ്നം എന്താ? നിങ്ങളും ഞാനും മയ്യത്താണ്. ഹക്കാണ് മയ്യത്താണ്. നിങ്ങൾ ശരിക്ക് ഈ എത്ര എണ്ണം വരുമെന്നൊന്ന് കുടിക്കും. എത്ര വരും? ഒരു മനുഷ്യ ശരീരത്തിൽ 37 ലക്ഷം കോടി
ചുവന്ന രക്താണുക്കൾ. അതിൽ ഓരോ ചുവന്ന രക്താണുവിലും 260 മില്യൺ അരുണ രക്താണുക്കൾ, ഹീമോഗ്ലോബിൻസ്. അപ്പൊ എത്ര വരും? 260 മില്യൺ ഇൻറ്റു 30 ലക്ഷം കോടി കൊണ്ട് അത്രയും ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലുണ്ട്, രക്തത്തിലുണ്ട്. ക്ലിയർ? ഇവരെന്താ ചെയ്യണമെന്ന് മനസ്സിലായോ? അറിയോ? ഈ ഓരോ ഹീമോഗ്ലോബിനും 4 ഭാഗങ്ങളും, ഈ 4 ഭാഗങ്ങൾക്ക് 4 ഓക്സിജൻ ആറ്റങ്ങൾ സ്വീകരിക്കാം. അതുപോലെ തന്നെ 4 കാർബൺ. ഇപ്പോ ഇത് രക്തം എല്ലാവരും പോകുമല്ലോ. അപ്പൊ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ കോശങ്ങളില്ലേ, 37 ലക്ഷം കോടി കോശങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് വേസ്റ്റ് പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കും. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റ്. നിങ്ങൾ പച്ചക്കറി കഴിയുമ്പോൾ വേസ്റ്റ് ഉണ്ടാവൂലേ, മീൻ നന്നാക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാവൂലേ, ഇതുപോലെ ഇത് പണിയെടുക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടാവും. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഉള്ളിൽ നിന്നാ മരിക്കും, പുറത്തു പോകണം. ഇത് വിഷമാണ്, പ്രശ്നമാണ്. അപ്പോ രക്തം എല്ലാവരും എത്തുന്നറിയോ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹീമോഗ്ലോബിനില് 4 ഭാഗത്ത് 4 ഒരു ഹീമോഗ്ലോബിൻ 4 കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. ഇത് നേരെ എവിടെ വരും? കോയമ്പത്തൂർ പോകും. ഹൃദയത്തിലേക്ക് ഒരു ഹൃദയല്ലേ, ഹൃദയം അതിന് എവിടെ കയക്കും? ലെൻസിലേക്ക് അയക്കും. ഇവിടെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് ഒഴിവാക്കും. നമ്മൾ വലിച്ചില്ലേ, ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ എടുക്കും. എന്നിട്ട് വീണ്ടും എവിടെ വരും? ഹൃദയത്തിൽ വരും. ഹൃദയം ഈ ഓക്സിജനുള്ള ഈ ഹീമോഗ്ലോബിനിലെ ഓക്സിജന്റെ രക്തത്തെ ശരീരത്തിനുള്ളവർക്ക് പമ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഹീമോഗ്ലോബിൻ എവിടേക്കൊക്കെ എത്രക്ക് ഓക്സിജൻ വേണോ അവിടേക്ക് ഈ ഓക്സിജൻ വിട്ടുകൊടുക്കും. ഇങ്ങനെ ഈ പ്രക്രിയ ഓരോ ശ്വാസം എടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 30 ലക്ഷം കോടി ചുവന്ന രക്തം. ഓരോ ചുവന്ന രക്താണുവിൽ ഏകദേശം 260-270 ദശലക്ഷം മില്യൺ ഹീമോഗ്ലോബിൻ. ഈ ഓരോ ഹീമോഗ്ലോബിനും ഈ കുഞ്ഞു ടാക്സികൾ പോലെ 4 ഓക്സിജൻ എടുക്കുക. ഒരു ടാക്സിൽ 4 ഓക്സിജൻ എടുക്കാം. ഈ ഓക്സിജൻ 4 ഓക്സിജൻ ശരീരത്തിൽ എല്ലാവരും പായും. എന്നിട്ട് അവിടെ കൊണ്ട് ഓക്സിജൻ ഏൽപ്പിക്കുക. അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് പുറന്തള്ളാൻ സഹായിക്കുക. വീണ്ടും ഈ ഓക്സിജൻ കൊണ്ടുവിടുക. ഇങ്ങനെ എത്ര കോടി എണ്ണിയാൽ ഒടുങ്ങൂല അല്ലെ? ഇത്രയും ഹീമോഗ്ലോബിനെ പ്രവർത്തിപ്പിക്കുന്നവനാര്? ഇത് നിന്നാലുള്ള പ്രശ്നം എന്താ? ഓക്സിജൻ വിതരണം മുടങ്ങിയെന്ന്. നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളലിൽ നിന്നു. നമ്മൾ മയ്യത്താവുന്നതിന്റെ കൂടെ ഈ ഇതിന്റെ പ്രവർത്തനം 2 മിനിറ്റ് 2.5 മിനിറ്റ് നിന്ന ആദ്യം തലച്ചോറ് പോയി പീസാവും. പിന്നെ അവിടുന്ന് ഓക്സിജൻ ഉള്ളിൽ കിട്ടാത്ത ഓരോ മൈക്രോ സെക്കൻഡ് നമ്മൾ മയ്യത്താവുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ അള്ളാഹ് പോലെ എന്താണ് തവക്കുൽ? അത്തവക്കുൽ അമലുൽ ഖൽബി ബികിഫായത്തി റബ്ബിൽ അബ്ദി. അതാണ് ഒരു ദാസന് ഖൽബിന്റെ ഒരു പ്രവർത്തന തവക്കുൽ. എന്താണ് അത്തവക്കുൽ? അമലുൽ ഖൽബ്, ഖൽബിന്റെ പ്രവർത്തനം ബികിഫായത്തി റബ്ബിൽ അബ്ദി. ഒരു ദാസന് അല്ലാഹ് മതി എന്ന് ഖൽബിൽ ഉറപ്പിക്കുക. ഓക്കേ, അല്ലാഹ് പോലെ. അപ്പോ നമ്മൾക്ക് ഈ ചില കാര്യങ്ങൾ നമ്മൾ ഈ പല കാര്യങ്ങളും ചില ഏജൻസിനെ ഏൽപ്പിക്കില്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ നമ്മുടെ ലൈസൻസ് പുതുക്കണം, അല്ലെങ്കിൽ നമ്മുടെ RC ബുക്ക് ശരിയാക്കണം, എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് ഒരു ഏജൻസിനെ ഏൽപ്പിക്കില്ലേ? നമ്മൾ എങ്ങനത്തെ ഏജൻസിനെ ഏൽപ്പിക്കുക? തല്ലിപ്പൊടി ഒന്നിനും കഴിവില്ലാത്തൊരു ഏജൻസിനെ ഏൽപ്പിക്കോ? പറയ പൊട്ടനാ നീ അവരുടെ അടുത്തല്ലാണ് കൊണ്ടേ കൊടുക്കുന്നത് ചോദിക്കും അല്ലേ? നമ്മൾ കൊടുക്കുമ്പോൾ തിരഞ്ഞ് ഏറ്റവും കാര്യങ്ങൾ ഭംഗിയായി നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ഏജൻസിനെ ഏൽപ്പിക്കും. ദുനിയാവിലും ആഖിറത്തിൽ നമ്മുടെ കാര്യങ്ങൾ ഹൈറായി നിർവഹിച്ചു തരാൻ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു മുത്തവക്കിൽ ആരാണുള്ളത്? ഈ പറഞ്ഞ ശൈഖുനമാരോ? നമ്മൾ ആലോചിച്ചൊക്കെ ഈ കണ്ട കോടാനക്കോടി ഹീമോഗ്ലോബിനെ പ്രവർത്തിപ്പിക്കുന്നതിൽ ഒരു പങ്കുമില്ല. അല്ലാഹ് മതി, ഏറ്റവും നല്ല ഏജൻസി നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരാൻ അല്ലാഹുവാണ്. മതി എന്ന് ഉറപ്പിക്കുക. ഉറപ്പിച്ചോ? അപ്പൊ എന്താ തവക്കുൽ? ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാതിരിക്കുക. ഒക്കെ അല്ലാഹ് ശരിയാക്കും. പള്ളിയിൽ എടുക്കാൻ തവക്കൽ കാണുന്നു. ഇങ്ങനെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് സുഖത്ത് ഭക്ഷണം കൊടുത്ത് അതാണ് തവക്കൽ. തെറ്റി. ഉമർ റളിയല്ലാഹു കേൾക്കണം താച്ചാടി അങ്ങനെ തവക്കലാക്കിയിരിക്കുന്നവൻ. എന്താണ് തവക്കുൽ? ശരിക്കും കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. ഓക്കെ, പക്ഷേ
നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് വേണം അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ. ഒരിക്കൽ ഉമറുള്ളാന്റെ കാലത്ത് ഉമറുള്ളാന്റെ പള്ളിയിൽ വന്നു. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർ പള്ളിയിലുണ്ട്, ഒരു കൂട്ടരിങ്ങനെ ഇരിക്കും, പുറത്തു പോണേയില്ല. അവിടെ തന്നെ ഫുൾ ടൈം. ഖലീഫ ഉമറല്ലേ, സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഉമർ വെച്ച് മന്നെത്തും പറഞ്ഞു, ഞങ്ങളൊക്കെ ഒക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് ഇരിക്കണം. ഞങ്ങൾ സുബ്ഹാനല്ലാഹ്, നിങ്ങളങ്ങനെ അള്ളാഹിനെ ദിക്റും ദുആയും കുടുംബാക്കൊക്കെ അള്ളാഹിനെ ചൂടായി ദേഷ്യത്തോടെ ഉമർ പറഞ്ഞു, നിങ്ങൾ മടിയന്മാരായ തവക്കൽ ചെയ്യുന്നവരാ, മടിയന്മാരായ അള്ളാഹു ഭരണമേൽപ്പിക്കുന്നവരാ. ആകാശം സ്വർണ്ണവും വെള്ളിയും പെയ്യൂല. ആകാശത്ത് അതിന്റെ പെറുക്കിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ആഹരിക്കാം, അത് പെയ്യൂല. പുറത്തുപോയി പണിയെടുക്കും. പുറത്തിറക്കുന്ന ആൾക്കാരും ഭൂമിയിലൂടെ നടക്കുക, സഞ്ചരിക്കുക, അധ്വാനിക്കുക, പണി തേടുക, റിസ്ക് തേടുക. നിങ്ങളുടെ റിസ്ക് കിട്ടിയോ തിരിച്ചു പള്ളിയിൽ വന്നോ ഇത് പ്രാർത്ഥിച്ചു. അപ്പൊ ശരിക്കും ഉമറുള്ളാഹി ഈ സംഭവത്തിലൂടെ എന്ത് പഠിപ്പിക്കുന്നു? നമുക്ക് റിസ്ഖോ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ മുകളിൽ അള്ളാഹു വേണം. കാര്യങ്ങളൊക്കെ ചെയ്യാൻ നന്നാക്കി തരാം. എത്ര ശ്രദ്ധിച്ചാലും അള്ളാഹു വേണം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി എന്ത് ചെയ്യാം? അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അതാണ് ശരിക്ക് തവക്കുൽ, അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒന്നുകൂടി നാം വിശദീകരിക്കാം, അതൊന്ന് വായിക്കാം നിങ്ങൾക്ക്. സൃഷ്ടികളായ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്ത ശേഷം അതിനപ്പുറത്തുള്ളതൊക്കെ ലോക സൃഷ്ടാവും സംരക്ഷകനും നിയന്ത്രാവുമായ അള്ളാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നതാണ് തവക്കലിന്റെ താല്പര്യം. ക്ലിയർ ആയിട്ട് എന്താണ്? ഒരു കാര്യം നന്നാണ്. ഇപ്പൊ രോഗമാണ്, ഉദാഹരണം രോഗമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് താങ്കളെടുത്ത് പോയിട്ടുണ്ട്, ഒരു നൂലാണ്ട് ഐക്യല് കിട്ടിയ. അപ്പൊ അയാൾ ആരെ തവക്കലാക്കി? അയാൾ ഐക്യലിനെ തവക്കലാക്കി. പക്ക ശിർക്ക്. അള്ളാഹു വേണ്ട, ഇത് മതി. ശരിക്കും എന്താ ചെയ്യേണ്ടത്? അള്ളാഹു രോഗം ഇറക്കി, മരുന്ന് ഇറക്കി. അപ്പൊ നമ്മൾ ചികിത്സിക്കും, മരുന്ന് കൃത്യമായിട്ട് കഴിക്കും. നമ്മൾ മരുന്ന് കഴിച്ചാലും അതും മാറ്റേണ്ടവനവനാണ്. അള്ളാഹുനോട് ദുആ ചെയ്ത് അള്ളാഹുവിനെ ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കി തരുന്ന ഒരു ഹദീസാണ്. ഒരിക്കൽ പ്രവാചകനെ സന്ദർശിക്കാൻ ഒരാൾ വന്നു. അപ്പൊ അയാള് ഒട്ടകത്തിനിറങ്ങിയിട്ട് അയാൾ ചോദിച്ചു, ഞാൻ ഈ ഒട്ടകത്തെ എവിടെ കെട്ടാണ്ട് അയച്ചില്ല, ഒരു കാര്യത്തിന് വന്നാണ്. അപ്പൊ ആ സമയം എന്ത് ചെയ്യണം? തിരിച്ചു ഓട്ടാൻ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യാം? അതിന് കെട്ടാണ്ട് അയച്ചു വിട്ടിട്ട് തവക്കൽ താഴെ സമയമാകുമ്പോ ഒട്ടകം താരന്റെ അടുത്ത് പോയി തവക്കലാക്കിയ മതിയോ? നല്ല സ്വഭാവക്കാരനല്ലേ. ആദ്യം ഇത് വന്ന് നീ അത് കെട്ട്. ചില ബന്ധിച്ചാലും ചിലപ്പോൾ നീ ആരും കെട്ടുകൊണ്ടുകയോ മറ്റൊക്കെ ചെയ്തേക്കാം. നീ ബന്ധിച്ച ശേഷം നീ അള്ളാഹുവിനെ എന്നിട്ട് നീ കെട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം, നിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോകാം. അപ്പൊ ശരിക്ക് ഇതൊക്കെ തവക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മൾ ഒരു കാര്യം നന്നാകാൻ, ഒരു ഷർറ് നീങ്ങാൻ. നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ട്, തവക്കൾക്ക് അള്ളാഹ് കുടിയിരുന്നാൽ കടം തീരൂല, രോഗം മാറില്ല. കടത്തുനിന്ന് രക്ഷപ്പെടാൻ പണിയെടുക്കണം, കാശുണ്ടാക്കണം, അതിലുള്ള പണി ചെയ്യാം. എന്നിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക, ഏൽപ്പിക്കുക. അള്ളാഹുവിനെയും ഖൈർ കാണിച്ച് അതാണ് തവക്കൽ. അങ്ങനെ തവക്കലാക്കേണ്ടത്. അത് ഒന്നുകൂടി ബോധ്യമാക്കുന്ന നബിയുടെ മദീന ഹിജ്റ അറിയില്ല? മദീന ഹിജ്റ സഫർമാസം പറയും. ഏകദേശം സഫർ അവസാനത്തിലേക്ക് വന്നു. നബി മദീനത്തേക്ക് ഹിജ്റ പോകാൻ 13 കൊല്ലം അവിടെ നിന്നു മക്കത്ത് പ്രബോധനം ചെയ്തു. അവിടെ ഉപദ്രവവും ശല്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അവസാനം ഹിജ്റ ചെയ്യാൻ ഈ മദീന വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടുന്ന് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ അനുവാദം കിട്ടും. പ്രവാചകന് അനുവാദം കൊടുത്തില്ല, മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു. ക്ലിയർ ആയോ?
അപ്പൊ ഉമർ റളിയല്ലാഹു പോയി, പലരും പോയി, നബിക്ക് അനുവാദം കിട്ടിയില്ല. അപ്പൊ ഒരാൾ വന്ന് നബിനോട് ചോദിക്കണ്ടേ, നബിയെ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കണം, ഞാനും പോട്ടെ, ഇവിടെ പോയി അല്ലാതെ വെയിറ്റ് ചെയ്യും. അങ്ങനെ 3-4 തവണ അബൂബക്കർ റളിയല്ലാഹു വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഇവർ വെയിറ്റ് ചെയ്യും. അപ്പോ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, നിന്റെ കൂടെ എന്റെ കൂട്ടോ? നീ എന്റെ കൂടെ കൂടും, മറ്റുള്ളവർക്ക് പോകണം. ഐഷ റളിയല്ലാഹു പറയുന്നത്, അന്ന് സന്തോഷം കൊണ്ട് എന്റെ ഉപ്പ കരയുന്നുണ്ടോ നബിന്റെ കൂടെ എന്നും. ബാല്യകാലം മുതലുള്ള നബിന്റെ ഉറ്റ മിത്രവും സുഹൃത്തുമാകാര് അബൂബക്കർ, എന്നും അവരങ്ങനെ. അങ്ങനെ അപ്പൊ പറഞ്ഞു, ഞാൻ സഞ്ചരിക്കാതെ ഞാൻ ഡോക്ടർ, ഞാൻ റെഡി. അവന് പറഞ്ഞ പൈസ ഞാൻ തരും. അത് വേണ്ട, ഞാൻ റെഡി. ഇല്ല ഇങ്ങനെ ഇത് വേണ്ട, അല്ലെങ്കിൽ ഞാൻ എന്റെ വാഹനം നോക്കിക്കോളും. ഇല്ല ശരിയായിക്കോട്ടെ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു വാഹനം റെഡിയായി. പക്ഷെ നബിക്ക് പെർമിഷൻ കൊടുത്ത ദിവസം ഏതായിരുന്നു? നുബുവത്തിന്റെ 14-ാം കൊല്ലം. ഇത് ഖുർആൻ അവിടുന്ന് 14-ാം കൊല്ലം സഫർ 27-ന് രാത്രി. ഇന്ന് സഫർ 25-ന് 27-ാം തീയതിയാണ് അനുവാദം കിട്ടുന്നത്. ആ രാത്രിക്ക് ഒരു പ്രത്യേകത എന്താ അറിയാം? അള്ളാഹൊരു കാര്യം പേര് ഏൽപ്പിച്ചാൽ അള്ളാഹുവാണ് ജയിക്കുക നമ്മളെ പഠിപ്പിക്കുക. അള്ളാഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഏതാ രാത്രി പറയും? ആ രാത്രിയുടെ ഒരു പ്രത്യേകത ഈ ഒരു നബി അറിയില്ല. പകലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ആ പകലിൽ നബി അറിയാതെ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒരു യോഗം ചേർന്നു. ഇന്ന് രാത്രി നബിയെ കൂട്ടത്തോടെ നബിന്റെ വീട് വളഞ്ഞ് നബിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. എല്ലാ ഗോത്രക്കാരും പങ്കെടുക്കും. ഒരാളെ കൊന്നാൽ ബനൂ ഹാഷിം കുടുംബം പ്രതികാരം ചെയ്യും. അപ്പൊ എല്ലാ ഗോത്രക്കാരും വീട് പൊളിച്ച് ഉള്ളിൽ കയറേണ്ട, ഒരു രാത്രിയൊക്കെ വളഞ്ഞിട്ട് നബി തഹജ്ജുദിനൊക്കെ wudu എടുക്കാൻ പുറത്തു വരും. പുറത്ത് വെച്ച് കിട്ടിക്കൊല്ലാം. ഇതാണ് ആരുടെ പ്ലാൻ? ആരും അറിയാതെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും മഹാതന്ത്രശാലിയായ അല്ലാഹു മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് നേരെയും നബികൾ സുരക്ഷിതമായി മദീനയിലെത്തിക്കാനും അള്ളാഹുവിന്റെ തന്ത്രം അനുവദിച്ചു. അള്ളാഹ്ക്ക് ഖുറൈശികളുടെ തന്ത്രം അറിയാം, പക്ഷേ അള്ളാഹിന്റെ തന്ത്രം ആർക്കറിയില്ല? ഖുറൈശികൾക്ക് അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, മുഹമ്മദ് ഇന്ന് രാത്രി തന്നെ മദീനത്തേക്ക് പുറപ്പെടുക. ചില പാരായണത്തിൽ ഒരു മകളായി നബി നേരെ അബൂബക്കറിന്റെ വീട്ടിൽ പോയി. അബൂബക്കറിന്റെ പെൺമക്കൾ പറഞ്ഞു, എല്ലാവരെയും മാറ്റി എന്നുവെച്ചാൽ പരമരഹസ്യം പറയാമോ? അപ്പൊ പറഞ്ഞു, അബൂബക്കറിന്റെ നിങ്ങളുടെ മക്കളാണ്, പ്രശ്നമല്ല. അങ്ങനെ ഇന്ന് രാത്രി നമുക്ക് പാരായണം ചെയ്യും. അതിൽ ഏർപ്പാടൊക്കെ ചെയ്തു. രാത്രി ആയപ്പോ വീട് പുറത്തിറങ്ങണം. പക്ഷെ നബിക്ക് ഒറ്റയടിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നബി വലിയ അമല്ലമീനല്ലേ, വിശ്വസിച്ച് പല സ്വത്തും നബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന സമയം തിരിച്ചു തരാൻ വേണ്ടി നബി തന്റെ പിതൃവ്യ പുത്രനായ ഉപ്പയുടെ സഹോദര പുത്രനായ അലിയെ റളിയല്ലാഹു അലിയെ ഇന്നെ പോലെ ഈ സ്വത്ത് ഇന്നാൾക്ക് കൊടുക്കണം, ഈ സ്വത്ത് ഇന്നാൾക്ക് കൊടുക്കണം, ഇന്നാൾക്ക് കൊടുക്കണം, ഇപ്പൊ കൊടുക്കാം, ഇങ്ങനെ എല്ലാ ഏൽപ്പിക്കേണ്ട സ്വത്ത് വേണമെങ്കിൽ നബിക്ക് അന്ന് പറ്റിച്ചത് പോകാൻ. പക്ഷേ നബി വിശ്വസ്തനാണ്, എല്ലാം ഏൽപ്പിച്ചു. എന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്തു. സാധാരണ നബിയുടെ ചര്യയും നബി കടക്കുന്നതൊക്കെ ആർക്കറിയാം? ഖുറൈശികൾക്കറിയാം. നബി കടക്കുന്ന മുറിയിൽ അങ്ങനെ അവിടെ നിന്ന് പുറത്തു വരും. തഹജ്ജുദ് നമസ്കരിക്കാൻ ഒന്ന് കൊടുത്ത് ഖബാലയത്തിലൊക്കെ പോയി നമസ്കരിക്കാറുണ്ട്. പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പൊ നബി എന്ത് ചെയ്തു? കിടപ്പറ മാറിയ അലി റളിയല്ലാഹു പറഞ്ഞു, ദേഹം മുഴുക്കെ കണ്ടാൽ തിരിച്ചാൽ ഒരാൾ കടക്കുന്നത് മാത്രം അറിയാൻ പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അവിടെ പിടിച്ച് കടത്തി. നബി മാറി. പിന്നെ അള്ളാഹു ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവരുടെ മുന്നിലൂടെ ഇറങ്ങണ്ടേ? അപ്പൊ ഈ ഉറക്കൊഴിച്ച ഒരാളെ കാത്തിരുന്നു. എന്തിനെങ്കിലും ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന ഭയങ്കര ഉറക്കം വരും. ഞാൻ കവലിരുന്നുണ്ട്, അതാ പറയുന്നത്. അവസാനം ഇവരിങ്ങനെ ഇടക്ക് നോക്കും, ഒരാൾ പുറച്ചടക്കുന്നുണ്ട്. സത്യത്തിൽ നബി അവിടെ മാറിയിട്ടുണ്ട്. നോക്കുമ്പോഴൊക്കെ ഒരാളെ കണ്ട് മുഹമ്മദ് പുറത്ത് അവർ മാന്യന്മാരെ
വെട്ടിക്കൊല്ലുകയാണെങ്കിൽ ഉള്ളിൽ കയറി കഥക്ക് പൊടിച്ച് വേണ്ട, വീട്ടിൽ പുറത്ത് വരുമ്പോൾ വെട്ടിക്കൊല്ലാം. അങ്ങനെ അവസാനം ഇവരൊക്കെ ഉറങ്ങി. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. സുഹൃത്ത് യാസീനിലെ ചില വചനങ്ങൾ ഓതിയിട്ട് നബി നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് നോക്കണേ. നബിന്റെ തന്ത്രം, നബിക്ക് എത്തേണ്ടത് ഇത് മക്ക. ക്ലിയർ ആവുണ്ടോ അല്ലേ? നോക്കണേ, ഇതാണ് മദീന, ഇതവിടെ ഇവിടെയാണ് നബിക്ക് എത്തേണ്ടത്. ശരിക്കും സാധാരണ ദ്രുതഗതി മുന്നോട്ടല്ലേ പോയി, നബി അങ്ങനെ പോയില്ല. നബി നേരെ മദീനയിലേക്ക് പോണ നേരെ ഓപ്പോസിറ്റ് സൈഡ്. അങ്ങോട്ടേ പോണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് യമന്റെ ദിശയില്, യമൻ ഇങ്ങോട്ട്, യമന് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നു. അവിടെയാണ് എന്തുള്ളത്? സൗർ മല. ഇതൊരിക്കലും മക്കയിലും മുശ്രിക്കുകളും പ്രത്യേകിച്ച് സാധാരണ മരണഭയം കൊണ്ടല്ലേ ഒരാള് ഒരു നാട് മുഴുക്കെ കൊല്ലാൻ വേണ്ടി നമ്മളെ വളർന്നിരിക്കും. സാധാരണ രക്ഷപ്പെടാൻ എവിടെയാണോ നമ്മൾ രക്ഷപ്പെടാനുള്ള ടാർഗറ്റ് ചെയ്ത സ്ഥലം അവിടേക്ക് ദ്രുതഗതിയിൽ അങ്ങോട്ടല്ലേ പോവുക. മക്കയിലെ മുശ്രിക്കുകൾ തെറ്റുപറ്റിയതാ. അതാണ് അള്ളാഹുവിന്റെ നബിക്ക് കിട്ടിയ വിവരം. നബി ചെയ്യേണ്ടതൊക്കെ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത അള്ള പറഞ്ഞല്ലേ ഹിജറ അല്ലേ? തവക്കൽ കാണുന്ന ഒറ്റ ബൊബ്ബായ പോലെ നേരെ പോയാലുള്ള പ്രശ്നം എന്താ പറയുക? നേരെ ഇങ്ങോട്ട് ഏത് മദീനയിലേക്ക് പോകണതിന്റെ ഓപ്പോസിറ്റ് സൗർ മലയിലേക്ക്, സൗർ ഗുഹയിൽ വരാതെ നേരെ പോയാലുള്ള പ്രശ്നം പറയും. അതാണ് നബിയെക്കാളും അതിവേഗത്തിൽ കുതിരപ്പോരാളികളുണ്ട്, പിന്നാലെ വന്ന് പിടിക്കും. അപ്പൊ നബിയുടെ തന്ത്രം നമ്മൾ നബി ചെയ്യേണ്ടതൊക്കെ ചെയ്തു. സുരക്ഷിതമായി മദീനയിലെത്താൻ നബി ചെയ്യേണ്ടത് ചെയ്തു. എന്നിട്ട് അള്ളാഹു തവക്കലാണ്. അങ്ങനെ നേരെ ഏകദേശം മക്കയിൽ നിന്ന് 5 മൈൽ അകലെയാണ് സൗർ മല. അവിടെ 3 ദിവസം താമസിക്കുക. നമ്മുടെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു എവിടേക്കാണ് സഞ്ചരിക്കുന്നത് പറയും? നബിന്റെ വീട്ടിൽ നിന്ന് മദീനയുടെ ഓപ്പോസിറ്റ് സൈഡുള്ള സൗർ മലയിലേക്ക്. സുബ്ഹാനല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെ നടന്നറിയും? ഇതാണ് പ്രവാചക സ്നേഹം. ഇങ്ങനെ സ്നേഹിക്കാൻ സ്വലാത്ത് സംഗമം നടത്തുന്നവർക്ക് കഴിയില്ല. നബിന്റെ ഇടയ്ക്ക് നബി ഇടയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിന്റെ പിറകിൽ പോകും. ഇടയ്ക്കാണ് മുമ്പ് പോയി നടക്കും, ഇടയ്ക്ക് പിന്നിൽ പോയി, ഇടയ്ക്ക് മുന്നിൽ. നബി ചോദിച്ചു, എന്താ അബൂബക്കർ ഇടയ്ക്ക് നീ മുന്നിൽ, എന്റെ മുന്നിൽ, ഇടയ്ക്ക് പിന്നിൽ? പാവം ഈ സാധുവിന് സമാധാനമില്ല. നബിയെ, ഞാൻ അങ്ങയുടെ പിറകിൽ നടക്കുമ്പോ അങ്ങയുടെ മുന്നിലൂടെ വല്ല അപകടം വരുമെന്ന് പേടി. അപ്പൊ ഞാൻ നേരെ മുമ്പിൽ നടക്കുമ്പോ എന്ത് ചെയ്യും? അമാമക്ക, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുമ്പോൾ എനിക്ക് പേടി, പിന്നിൽ കൂടെ ആരെയും നിങ്ങൾ ആക്രമിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? പിന്നിക്ക് വരും. അങ്ങനെ സൗർ ഗുഹയിൽ എത്തുന്നത് വരെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലും മുന്നിലായിട്ടാണ് നടന്നത്. ഈ സ്നേഹത്തിന് എന്താ പറയാ? ഇങ്ങനെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും കഴിയോ? ഇനി സൗർ ഗുഹയിലേക്ക് പ്രവേശിക്കണം. ഇതാണ് കഷ്ടിച്ചെതിർക്ക് കയറുക. ആ മലയുടെ ടോപ്പിലാണ് ഈ കടന്നിട്ട് നമ്മുടെ പട്ടാളക്കാരൊക്കെ അതിർത്തി അങ്ങനെ കയറണം. ഇതാണ് ആ ഗുഹാമുഖത്ര ഒരാൾക്ക് കഷ്ടിച്ച് കയറാം. എന്നിട്ടുള്ളിലെത്തിയാൽ ഇങ്ങനെ ഇവിടെ ഒരാൾക്കോ 2 ആൾക്കോ കഷ്ടിച്ചിരിക്കാം. ഇരുന്നാൽ നമ്മുടെ തലന്റെ തൊട്ട് മുകളിൽ ഇത് മുട്ടും. ഒരാൾ ഇരുന്നൊക്കെ കാണിക്കുന്നു. എന്റെ വീഡിയോ 3 ദിവസം നമ്മളൊക്കെ കിടക്കുന്നത് എങ്ങനെയാണ്? 10ക്ക് 10, 20ക്ക് 20 ബെഡ്റൂമിൽ. സുബ്ഹാനല്ലാഹ് 3 ദിവസം ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു മടി കാണിച്ചോളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മടിയിൽ കിടക്കും 3 ദിവസം. ഈ ചെറിയ 2 ആൾക്ക് കഷ്ടിച്ചിരിക്കാവുന്ന ചെറിയൊരു ഗുഹ, അതാ സൗർ. അപ്പോ നബി കയറാതുന്നു. നബി പറഞ്ഞു, അബൂബക്കർ നടത്തു. നബി വേണ്ട, ഞാൻ ആദ്യം അതിൻ്റെ ഉള്ളിൽ ഒന്ന് തടഞ്ഞിട്ട് ഒന്ന് തടവി നോക്കും. വല്ല ഇടജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നബിയാണ് ആദ്യം തലയിടണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം തലയെ കൊണ്ട് ഇങ്ങനെ കീഴുമ്പോ തലയെ പോവുക. എന്ത് ചെയ്യും? നബിക്ക് അപകടം പറ്റും. വേണ്ട, അതിനോട് വല്ല ജന്തുക്കളുണ്ടെങ്കിൽ അങ്ങേക്ക് മുന്നേ അത് എന്നെ കടിച്ചോ. അപ്പോഴും അങ്ങേ കൂടി രക്ഷപ്പെടാൻ
അങ്ങനെ അബൂബക്കറിനൊക്കെ ഇട്ട് നോക്കി, ഉള്ളിലൊക്കെ ക്ലിയർ ചെയ്തു, നബിയോട് വരാം. ഈ ഗുഹയുടെ പ്രത്യേകത, ഇവിടെ ഇരുന്നാൽ ഇവരുടെ തല മുകളിൽ, ഇത് ശരിക്കും വടിയാണ്, മലവടി. അപ്പോ പുറത്തു കൂടെ പോണവരുടെ കാല് ഉള്ളിലുള്ളവർക്ക് കാണും. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം? കാൽപാദം മാത്രം കാണും, കാൽപാദം മാത്രം. ആ ഗുഹയുടെ ഘടനയാണ്. പക്ഷെ ഉള്ളിലുള്ളവരെ പുറത്തുള്ളവർക്ക് കാണുക ചെയ്യണം, ഇങ്ങനോ ഇങ്ങനെ താഴ്ന്നു കുമ്പിട്ടോ. ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നബി ചെയ്യേണ്ടതൊക്കെ ചെയ്തപ്പോ ഗുഹാമുഖം ചെറുതി വല കെട്ടി ഒരു പഴമ ശ്രദ്ധിച്ചു. അപ്പൊ വിചാരിച്ചാ സാധാരണ ഒരാള് കടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെലന്തി വല പൊട്ടും. ഇത് പൊട്ടിയിട്ടില്ല. അപ്പോഴാണ് അവർക്ക് അതിനുള്ള ആളില്ല. അബൂബക്കറിനും നബിയും ശ്വാസം അടക്കി പിടിച്ചിരുന്ന നിമിഷാണല്ലേ. ആൾക്കാർ അതിലേക്ക് പായൽ കണ്ടപ്പോ പേടിക്കണ്ട, ഉള്ളവന്റെ കൂടെ പോകണേ. അങ്ങനെ 3 ദിവസം അവിടെ തങ്ങണം അല്ലേ. അബൂബക്കറിനും നേരത്തെ അബൂബക്കറിന്റെ മകൻ അബ്ദുല്ലാഹിന് അബൂബക്കറിനോട് ഇന്ന് രാവിലെ അങ്ങാടിയിലൊക്കെ കറങ്ങി നബിനെ തെരഞ്ഞു നടക്കും. ഇവര് തിരയും 3 ദിവസം തെരഞ്ഞു കണ്ട് രക്ഷപ്പെട്ടു ഒതുക്കും. പക്ഷെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ട് കാര്യം അറിയണ്ടേ. അപ്പൊ അങ്ങാടിയിൽ കൂടെ അബൂബക്കറിന്റെ മകൻ അബ്ദുല്ലാഹിനെ നടന്ന് നബിനെ കുറിച്ച് അബൂബക്കറിനെ കുറിച്ച് പിന്നെ സംസാരമൊക്കെ ഒരു ചാരപ്പണി. എന്ത് ചെയ്യും? വൈകുന്നേരം ആകുമ്പോ അപ്പൊ വരുമ്പോ മക്കയിലെ മുശ്രിക്കുകളും സൈന്യമൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. കാൽപാദം കണ്ടെന്ത് ചെയ്യും? മുഹമ്മദ് അവിടെ കണ്ടെത്തും. കാലും വളവും കണ്ട ഇന്ന ആളുടെ കാലടയാളം കണ്ടതും. ഈത്തപ്പഴക്ക് ഒരു കണ്ട മദീനക്കാരുടെ മക്കാരുടെ ഇറാഖുകാരുടെ അവർ കറക്റ്റ് ഫൈൻഡ് ചെയ്തത്. അപ്പൊ നമ്മൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിന്റെ മകൻ ഇതായിട്ട് പോകുമ്പോ പിന്നാലെ ആമിർ ഇബ്നു ഫുഹൈറയോട് ആമിറിനോട് എന്ത് ചെയ്തു? ആട് മേച്ചിട്ട് അതിന്റെ പിന്നാലെ പോകാൻ. മാത്രമല്ല അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താ? എനിക്ക് തിന്നാൻ വല്ലതും വേണ്ടേ? അപ്പൊ ആമിർ ഇബ്നു ഫുഹൈറ ഈ ഗുഹയുടെ പരിസരത്തായിട്ട് ഒരു കൂടൊക്കെ കിട്ടി ആളുകളൊക്കെ വെച്ച് എനിക്ക് കുടിക്കാനുള്ള പാല് കറന്നു. ഇതിനുള്ള ആളുണ്ടെന്നേ അറിയും. കൂട്ടത്തിൽ എന്ത് ചെയ്യും? അബ്ദുള്ള വിവരങ്ങളൊക്കെ കൊടുക്കും. പ്രഭാതം വരെ പ്രഭാതമാകുമ്പോൾ അബ്ദുള്ള എങ്ങോട്ട് പോകും? മക്ക അങ്ങാടിയിലേക്ക് പോകും. ആമിർ ഇബ്നു ഫുഹൈറ പിന്നാലെ ആട് വെച്ചു. അങ്ങനെ 3 ദിവസം. റബീഉൽ അവ്വൽ 1-ാം തീയതി നബി തൗർ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. ഡീറ്റെയിൽസ് അബ്ദുള്ള വന്നു. അബ്ദുള്ള വന്നിട്ട് വിവരങ്ങളെ പറഞ്ഞു. തെരച്ചിലൊതുങ്ങി. അവരുടെയൊക്കെ മനസ്സിൽ, ഖുറൈശികളുടെ മനസ്സിൽ നബിയെ നിങ്ങൾ മദീനത്തേക്ക് രക്ഷപ്പെട്ടുകൊണ്ട് തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്, ഇനി തിരയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 1 ഹിജ്റ 1-ാം കൊല്ലം, അവിടുന്ന് ഹിജ്റ 1 നമ്മൾ കണക്കാക്കുക. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് 2 വരികളാണ് ചുവപ്പ് കാണുന്നത്, ചുവപ്പ് വര കണ്ടത്. അതാണ് മക്കത്ത് നിന്ന് മദീനയിലേക്കുള്ള ശരിക്കുള്ള യാത്രാ സംഘത്തിന്റെ ശരിക്കുള്ള റോഡ് അല്ലെങ്കിൽ വഴി. അതാണ് ഈ കാരണം പച്ചയാണ് നബി പോയത്. ചെങ്കടൽ തീരത്തെ കൂടെ അപരിചിതമായ വഴിയാണ്, ആരും സഞ്ചരിക്കാത്ത വഴിയാണ്. അപ്പൊ ഉറപ്പാണ് സാധാരണ പോണ വഴിയിൽ അപകടങ്ങൾ കുറയും. ഒരു നടന്ന് വണ്ടി പോയി ഓട്ടം പോയിട്ടൊക്കെ വഴിയായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. അപരിചിതമായ വഴിയിൽ നിന്നുണ്ടാവും അപകടങ്ങൾ പതിയും. നബി തിരഞ്ഞെടുത്തത് ഈ അപരിചിതമായ വഴിയാണ്. അപരിചിതമായ വഴി നേരെ നബി ഇങ്ങനെ ഇറങ്ങി കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇതൊരു നേരെ ചെങ്കടൽ തീരം വഴിയുള്ള ആ വഴി കൂടെ പോയി. ഇതാ ഉമ്മു മഅബദിന്റെ ഖൈമ, നബി അവിടെയാണ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന അൽ ജുഹ്ഫ, ബദർ അങ്ങനെ അങ്ങനെ പോകും. ഇവിടെ അബൂബക്കർ പാവം 450ഓളം കിലോമീറ്റർ ഒരു സമാധാനം. കാരണം ഷൂട്ട് ഔട്ടിന് ഓർഡർ ഇട്ടിരിക്കണം. കണ്ടവിടെ ഇനാ പ്രഖ്യാപിച്ചിരിക്കണം. മക്കയിൽ മുശ്രിക്ക് മുഹമ്മദിനെ ജീവനോടെ അല്ലാതെ പിടിച്ചുകൊണ്ടുവന്ന 100 ചുവന്ന ഒട്ടക സമ്മാനം. അതിനുവേണ്ടി പരക്കമായി. അപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോണത്. അബൂബക്കർ നോക്കണേ ചരിത്രം പറയുന്നു. അബൂബക്കർ ഇടക്ക് കാണാൻ MC മർറ അമാമ നബിന്റെ മുന്നിൽ പോകും.
ഇടക്ക് നബിന്റെ പിറകിൽ, ഇടക്കാണ് ആ യമീനി നബിന്റെ വലതു ഭാഗത്ത് കൂടെ പോണ്ടാവും, ചിലപ്പോ നബിന്റെ ഇടത് ഭാഗത്ത് കൂടെ ഇങ്ങനെ പിറകിൽ വലത്ത് ഇടത്ത് ഇങ്ങനെ നബിന്റെ ചുറ്റുമാണ് ആര് സഞ്ചരിച്ചത്. അപ്പൊ എന്തിനാണ് ഖൗഫൻ അലൈഹി മിനൽ ഖുറൈശ്, ഖുറൈശികൾ മുഹമ്മദ് നബി എന്തെങ്കിലും ചെയ്യോ, ഏത് ദിക്കുന്നായി പഹയന്മാർ പാഞ്ഞു വരിക എന്നറിയില്ല. പതിയിരുന്ന് തൊടിഞ്ഞിട്ടേ അപ്പൊ അങ്ങനെ പിന്നിക്കൂടെ നടക്കുമ്പോ പിന്നിക്കൂടെ പതിയിരുന്ന് വരുമോ, അപ്പൊ വലതു ഭാഗത്ത് കൂടെ വരുമോ നോക്കും, വലതു ഭാഗത്ത് വരും, അപ്പൊ മുന്നിലൂടെ വരും. ഇങ്ങനെ ശരിക്ക് നബിന്റെ ചുറ്റും ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കിയിട്ടാണ് മദീന വരെ ആര് യാത്ര ചെയ്തത്. അബൂബക്കർ തന്നെ യാത്ര ചെയ്തു. നോക്കണേ അള്ളാഹുവിൽ ഏൽപ്പിച്ച അള്ളാഹു സഹായി ഉറപ്പല്ലേ. നോക്കണേ, ഈ യാത്രയിൽ ഒരു സംഭവം നബി ഒരു സ്വഹാബിയെ പരിചയപ്പെട്ടു. അന്ന് സ്വഹാബിയല്ല, മുസ്ലിം അല്ല, അസ്ലമി ഗോത്രക്കാരനായ ബുറൈദയെ കണ്ടു. അദ്ദേഹത്തിന് ഇസ്ലാം പരിചയപ്പെടുത്തി, ഷഹാദത്ത് വലിയ മുസ്ലിമായി. നോക്കണേ, അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു അബൂബക്കർ നബി. 80 കുടുംബങ്ങൾ അവിടെ ഉണ്ടായി. 80 കുടുംബം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. തൽക്ഷണം ഞൊടിയിടയിൽ 80 കുടുംബം മുസ്ലിമാണ്. അവിടുന്ന് നബി നമസ്കരിച്ചു. മക്കത്ത് എത്ര കൊല്ലം പ്രബോധനം ചെയ്തു? 13 കൊല്ലം. മൊത്തം വിശ്വസിച്ച മുസ്ലിങ്ങളുടെ എണ്ണം 114. ഈ ഹിജറക്കടയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് മുസ്ലിമായവരുടെ എണ്ണം എത്രയാണ്? നോക്കണേ, 13 കൊല്ലത്തെ ക്ഷമ, സുബർ, വിപ്രാളം കാണിക്കുക, അള്ളാഹു സഹായിക്കും. 13 കൊല്ലം കൊണ്ട് 114 പേർ വെറും ആ മദീന ഹിജറയിലെ ഹുസൈബിനെ കണ്ടുമുട്ടി അദ്ദേഹം മുസ്ലിമായി. അസ്ലം ഗോത്രത്തിൽ 80 കുടുംബം. ഇവരെ കൊല്ലാൻ വേണ്ടി നിന്ന ആളാണ്. കടവല്ലാത്ത ആളിനെ കടന്നു പിടിക്കുന്നുണ്ട്. ഏതോ ഒരു കടവല്ലാത്ത ആളിനെ കടന്ന് ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട്, നമുക്ക് മുഴുവൻ പറയാൻ സമയമില്ല. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അള്ളാഹുവിന്റെ സഹായത്താണ് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ച ഭയക്കണ്ട. അള്ളാഹ് സഹായിക്കുമ്പോൾ അള്ളാഹ് എന്ത് സന്തോഷം ലഭിക്കും. 14 കൊല്ലം കൊല്ലാക്കൊലയും കഷ്ടപ്പാടും ഒക്കെ 114. വെറും ആ നബിന്റെ പ്രബോധനം മണിക്കൂറോളൊന്നുമില്ല, 5-10 മിനിറ്റ്, അതിനുള്ളിൽ ചിലപ്പോൾ 1 മിനിറ്റ് അത്രയൊക്കെ അപ്പഴത്തേക്ക് ഷഹാദത്തിന്മേലിരിക്കണം. ചിലപ്പോൾ കുല്ലോപാനം ഓതിക്കൊടുത്ത് കഴിയുമ്പോൾ ഷഹാദത്തിന്മേലിരിക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സഹായത്തോടെ എവിടെത്തി? യാതൊരു കഷ്ടപ്പാടല്ല, പ്രയാസങ്ങളുണ്ട് ഉണ്ടായിട്ടില്ല, വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിട്ടില്ല. ഇവിടെ അള്ളാഹ് പറഞ്ഞ വാക്കാണ്. എല്ലാവരും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നത്, പക്ഷെ അവന് ആര് മതി? അള്ളാഹ് മതി. അള്ളാഹുവിന്റെ കാര്യത്തിൽ അതിജയിക്കുന്നവനാണ്. അള്ളാഹു എല്ലാ കാര്യത്തിലും ഒരു കണക്ക്, ഒരു കാര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഒരു ക്രമം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്ക് മദീന ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് തവക്കുൽ എന്നാണ്. എനിക്ക് മദീനയിലെത്താൻ വേണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയോട് തവക്കൽ കാണുന്നവർക്ക് പോകാനും, പക്ഷെ ചെയ്തില്ല. രക്ഷപ്പെടാൻ സുരക്ഷിതമായി മദീനയിലെത്താൻ നബി ചെയ്യേണ്ടതൊക്കെ അബൂബക്കർ നബി ചെയ്യേണ്ടതൊക്കെ ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്തത്? തവക്കൽ ചെയ്യും. അപ്പൊ തവക്കൽ എന്തല്ല, നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല, കർമ്മങ്ങൾ ഓരോ കാര്യം ചെയ്യേണ്ട രക്ഷപ്പെടാനും അതിൽ നിന്നൊരു ഒളിച്ചോട്ടമല്ല. ഓരോ മനുഷ്യനും ഓരോ രംഗത്തും ചെയ്യാൻ കൽപ്പിച്ചത് അവന്റെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ നിർവഹിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥനയും തവക്കുലും ചെയ്യുക. കാരണം നമ്മുടെ കഴിവിനൊക്കെ എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. നമ്മുടെ ബാക്കി അതിനപ്പുറം, പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾക്ക് ഹൈറാക്കി തരാൻ വേണ്ടി ആരെ ഏൽപ്പിക്കുക? അള്ളാഹുവിനെ ഏൽപ്പിക്കുക. എങ്കിൽ ബേജാറ് വേണ്ട. അപ്പൊ നോക്കണേ, നമുക്ക് സംബന്ധിച്ചിടത്തോളം റിസ്ക്കാണ് ബേജാറ്, അല്ലേ? 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 ഉറപ്പല്ലേ? റിസ്ക്കല്ലേ? അല്ലെ? നമ്മളൊക്കെ റിസ്ക്കല്ലേ ബേജാറ്? അല്ലെ? നമ്മുടെ സുഖം, ഭൂമിയിലെ ഭൗതിക ഐശ്വര്യല്ലേ? അപ്പൊ നോക്കണേ, നബി മദീനയിലേക്ക് പോകാൻ, രക്ഷപ്പെടാൻ, ഒരു കാര്യം നടത്താൻ എങ്ങനെ അള്ളാഹു തവക്കുലാക്കി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അള്ളാഹു ഏൽപ്പിച്ചപ്പോൾ അള്ളാഹു സഹായിച്ചു, ഒരുപാട് സഹായിക്കും. നമ്മളും ദുനിയാവിൽ റിസ്ക്കായിക്കോട്ടെ, മറ്റേത് കാര്യത്തിനായിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് അള്ളാഹുവിനെ തവക്കുലാക്കിയാൽ, അള്ളാഹ് പറഞ്ഞു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണം പോലെ ഭക്ഷണം. ഒരു പക്ഷി അതിന്റെ മുന്നിൽ തീറ്റപ്പെടുത്തുന്നതാണ്.
എന്ന് പറഞ്ഞ് ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ ശരിക്ക് തവക്കലാക്കിയ, ഡ്യൂപ്ലിക്കേറ്റ് തവക്കലല്ല, ഇത് വീടിനോട് തവക്കൽതു അലല്ലാഹ് പച്ചയിൽ വെള്ളക്കണം അങ്ങനെയുള്ളതല്ല. ശരിക്ക് നമ്മൾ പറഞ്ഞില്ലേ അള്ളാഹ് ഏൽപ്പിച്ച അള്ളാഹ് ചെയ്തു തരും എന്ന നിലക്ക് ഉറച്ച തവക്കൽ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, അതാണ് ഹഖ്ഖ തവക്കൽ. എന്താണ്? ഒരു കാര്യം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ പ്രാർത്ഥിച്ചു എങ്കിൽ ലറസഖക്കും, നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് തരും. ഈ വാക്ക് ശ്രദ്ധിക്കണേ. കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ. പക്ഷി ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൂടിൽ ഒരു വെറുതെ ഇരിക്കോ? ഇല്ല. എന്ത് ചെയ്യും? രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് നടന്നില്ല, ഒന്നുമില്ല, കാര്യമായി ഈ പക്ഷികൾ കൂടുന്നതിനെ പുറത്തിറങ്ങാം. സുബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്താൻ പറ്റില്ല അല്ലേ? തലേ ദിവസം തിന്നത് കാഷ്ടിച്ചിട്ടാ പോവുക. ഉള്ളതടക്ക കാര്യമായി ഒന്നുമില്ല. പക്ഷേ ഇറങ്ങി തേടും, പല കൊമ്പിലും മരത്തിലും അവിടെ ഇവിടെ തേടും. അതിനുള്ള ഭക്ഷണം ഒരു പുഴുവോ പ്രാണിയൊക്കെ അള്ളാഹു കാണിച്ചു. പക്ഷേ ഇറങ്ങി നടക്കും, പണിയുണ്ട്. തിരിച്ചു വരുമ്പോഴോ തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. മഗ്‌രിബ് വാങ്ങുകൾക്ക് മുമ്പ് മാനത്തേക്ക് നോക്കിയ പക്ഷികൾ കൂടെ ഇറങ്ങി കാണാം. സുബഹി കഴിഞ്ഞോടനാണ്. അങ്ങനെയാണ് തവക്ക്. പക്ഷിക്ക് ഭക്ഷണം കിട്ടണം. അപ്പൊ ഈ പക്ഷി കൂടുതൽ തവക്കൽ അവന് തസ്ബീഹ് ചെയ്യണ്ടേ? അല്ല പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യും? അവന് വേണ്ട, അതിനു വേണ്ട ഭക്ഷണത്തിന് വേണ്ടി അതെന്ത് ചെയ്യും? അന്വേഷിക്കും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിച്ച് തവക്കുലാക്കിയാൽ അള്ളാഹു നമുക്ക് ഭക്ഷണം തരും. അങ്ങനെ നമ്മൾ എപ്പോഴും പലപ്പോഴും പറയാനുള്ള വാക്കാണിത്. അലല്ലാ തവക്കൽ, ഒക്കെ അലല്ലാ. ശരിക്ക് നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചോ? ലൗ തവക്കല അലല്ലാഹ് റളിയ ബിമാ യഫഅലു. നീ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ പിന്നെ അള്ളാഹ് എന്ത് പ്രവർത്തിച്ചാലും നീ അതിൽ തൃപ്തിപ്പെട്ടോ. ക്ലിയർ? ഉദാഹരണം പറയാം. എന്താണ് ഏൽപ്പിക്കാൻ പോകുന്നത്? അറിയുന്നതിനാണ്. അതിനല്ല നമ്മൾ അള്ളാഹുവിനോട് ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കും. രോഗം മാറാൻ, അല്ലെങ്കിൽ നമ്മുടെ കടം നീങ്ങാൻ, അല്ലെ? ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചോ? നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം എന്നിട്ട് ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചോ? അപ്പോ ക്യാൻസർ ഉദാഹരണം മനസ്സിൽ വിചാരിക്കും. നമ്മൾ രോഗം പരിചരിച്ചു, ചികിത്സിച്ചു, മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹ് ഏൽപ്പിച്ചില്ലേ? പിന്നെ അള്ളാഹുവാണ് തീരുമാനിക്കുക നമ്മുടെ ഹൈർ ഏതാണ്. രോഗം മാറണ്ട എന്നാണ് ഹൈറെങ്കിലോ അതാ നമ്മൾ മാറുന്നെങ്കിൽ ബേജാറ് കാണിക്കരുത്. അള്ളാഹ് ഏൽപ്പിച്ചു, പിന്നെ അള്ളാഹ് തീരുമാനിക്കും എന്ത് ചെയ്യണം. ഓ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളെ, നമ്മുടെ കുട്ടികള് ഒരു പാത്രം പഞ്ചസാര നിറച്ച് തിന്നാൻ തരുമ്പോ നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾ എന്താ കൊടുത്ത ഒരു ചോറ് പോലെ പഞ്ചസാര തിന്നാൻ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുവോ? നമുക്കറിയാം. നമ്മുടെ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അള്ളാഹ്ക്കറിയാം നമ്മുടെ ഹൈർ ഏതാ ഷർ ഏതാ. രോഗം മാറണ്ട എന്നാണെങ്കിൽ അള്ളാഹു മാറ്റൂല. നമ്മൾ ബേജാറ് കാണിക്കരുത്. നമ്മുടെ ദാരിദ്ര്യം അത് മാറാതിരിക്കലാണ് നമ്മുടെ ഹൈറെങ്കിൽ അള്ളാഹു ദാരിദ്ര്യത്തിനെ കൊണ്ടുപോകും. അപ്പൊ നോക്കണേ, തവക്കൽ ചെയ്താൽ ബേജാറ് പാടില്ല. ആ തവക്കുൽ തഅല്ലുഖു ബില്ലാഹി ഫീ കുല്ലി ഹാൽ. നമുക്ക് അള്ളാഹു സമ്പത്തും സുഖം തന്നാലും രോഗവും കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യം തന്നാലും നമ്മുടെ ഖൽബ് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ മുറിയാനേ പാടില്ല. അവിടെ തന്നെ ഏതവസ്ഥയും. അങ്ങനെയാണ് റഹ്മാനായ അള്ളാഹു നമ്മൾ ഈമാൻ ഉറക്കിയ എന്റെ റഹ്മാൻ ഇത്രയൊക്കെ തന്നില്ലേ, ഇനി ഇതിനേക്കാളും വലിയ ഹൈർ എവിടെ തരും? ദുനിയാവും പരലോകത്തിന്റെയും അധികാരി അള്ളാഹുവാണ്. അവനെ ഏൽപ്പിച്ച് ജീവിക്കും. നോക്കണേ, കഷ്ടപ്പാട് നമ്മൾ ദുഃഖിക്കേണ്ട. ഒരു കാഴ്ച കണ്ട് അവസാനിപ്പിക്കും. നമുക്ക് 2 ആഴ്ച ഭക്ഷണം കിട്ടാതെ പട്ടിണിയാണ് നമ്മുടെ നാട്ടിലായിരിക്കും. ഭക്ഷണം മാത്രമല്ല, വെള്ളം അടക്കം കുടിക്കാൻ അതിന് മുമ്പ് മയ്യത്തായിരിക്കും.
ഒരു ദിവസം ഗസയിൽ കഴിഞ്ഞ 1.5 മാസം മുമ്പ് പോഷകാഹാരം കിട്ടാതെ പട്ടിണി കിടന്നിട്ട് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ എല്ലും തോലായിട്ട് മരിച്ചു. ആ കുട്ടിയുടെ മയ്യത്ത് കൊടുത്തെങ്കിലും അതിന്റെ കഫൻ ചെയ്ത് കൊണ്ടുപോകലെന്ന് കാണാം. ഇത് കാണുമ്പോൾ ഇത്രയൊന്നും പ്രയാസമില്ലല്ലോ. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹം ഒരു ഭാഗത്ത് കുറവുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് അള്ളാഹു ഹൈറ് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കും. അതിനനുസരിച്ച് അള്ളാഹ് സ്തുതി കാണിച്ച് അള്ളാഹ് നന്ദി കാണിച്ച് ജീവിക്കും. പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ, പാപം ചെയ്ത് കൂട്ടി നടന്നിടല്ലേ, അഹങ്കാരികളായി മതിച്ചിടല്ലേ, മരണം വരും തീർച്ച ഒരുങ്ങിട്ടില്ലേ, പടച്ചോന്റെ അനുഗ്രഹം മറന്നിടല്ലേ, പാപം ചെയ്ത് കൂട്ടി നടന്നിടല്ലേ. നമ്മളൊക്കെ പട്ടിണി കിടക്കാറുള്ളത് നോമ്പിന് സുബഹിക്ക് തുടങ്ങിയാൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, മഗ്‌രിബിന് വെള്ളം കുടിക്കാൻ അല്ലേ? പ്രതീക്ഷ അല്ലേ? നമ്മൾ വെള്ളത്തിന്റെ രുചി അറിയുന്നത് നോമ്പ് തുറക്കപ്പെടാം അല്ലേ? പക്ഷെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ കുട്ടിന്റെ മരണം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. വിശപ്പ് കൊണ്ട് വയറ് വേദനിച്ച് പിന്നെയും കിട്ടാതെ മയ്യത്തുറക്കൽ ഓഫീസറായി എല്ലുന്തോലായ കുട്ടിനെ കാണിച്ചു തന്നതാണ്. നമ്മൾ ഉറക്കിയ അള്ളാഹു റഹ്മാന്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹു റഹ്മാനല്ലേ? മാത്രം കാരുണ്യം, എത്രമാത്രം സുഖത്തിലാണ് നമ്മളെ. ഉറപ്പിക്കുക. ഈ ദുനിയാവിൽ 2 വിഭാഗങ്ങൾ അല്ലേ? ഒന്ന് റഹ്മാനായ അള്ളാഹുവിൽ ഈമാനുള്ള അവനിൽ തവക്കലാക്കിയ മുസ്ലിം, ശരിയല്ലേ? മറുഭാഗത്ത് റഹ്മാനായ അള്ളാഹുവിൽ വിശ്വസിക്കാതെ അവനിൽ പങ്കു ചേർക്കുന്നവർ, അവനെ നിഷേധിക്കുന്നവർ, അനാചാരം ചെയ്യുന്നവർ, പാപങ്ങൾ ചെയ്യുന്നവർ അല്ലേ? ഇവര് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മളെ പീഡിപ്പിക്കാൻ നോക്കണം. പലപ്പോഴും പല ബില്ലൊക്കെ എടുത്തിട്ടും പലതും വഖഫ് ബോർഡിന്റെ സ്വത്ത് കയ്യേറി ഇങ്ങനെ നമ്മൾ മേടിക്കണ്ട. അതാണ് ഈ ആയത്ത് അവസാനിക്കും. നബിയോട് മക്കയിൽ മുശ്രിക്കോട് പറയാൻ പറഞ്ഞതാ, ഞങ്ങൾ അള്ളാഹുവിൽ റഹ്മാനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാ, അവനെ എല്ലാ കാര്യവും ഏൽപ്പിച്ചവരാ. ഞങ്ങൾ എന്തിനു പേടിക്കണം? ഞങ്ങളെ പേടിപ്പെടുത്തിയാൽ പേടിക്കില്ല. വഴിയെ നിങ്ങൾക്കറിയാറാകും ആർക്കാണ് നല്ല പര്യവസാനം, ആർക്കാണ് ദുരന്തം വരാൻ പോകുന്നത്, ആർക്കാണ് അപകടങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങൾ വഴിയെ പഠിക്കും. കാരണം നിങ്ങൾ ഈ റഹ്മാനായ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരെ, പങ്കു ചേർക്കുന്നവരാ, അവനെ നിഷേധിക്കുന്നവരാ, അനാചാരം ചെയ്യുന്നവരാ, അവർക്കാണ് മോശകരമായ പര്യവസാനം. അതുകൊണ്ട് നല്ല പര്യവസാനം, നല്ലൊരു അന്ത്യം എന്താണ് ചെലവാണ്? വാഹനം കഴിച്ചാലില്ലെങ്കിലും പോകണം, ദാരിദ്ര്യം മാറിയാലില്ലെങ്കിലും പോകണം. നമ്മൾ വയനാട് ദുരന്തത്തിൽ അല്ലെ കഴിഞ്ഞ ദിവസമല്ലേ 4 ലക്ഷം രൂപ ഫയർഫോഴ്സ് ചളിയിൽ പൊതിഞ്ഞ 4 ലക്ഷം രൂപ കണ്ടെത്തി. പാവ ഏതൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാ, മണ്ണിനടിയില്ല, ഒന്നുമില്ല. ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പോയപ്പോൾ ആ കുടുംബത്തിൽ ഒരാൾ പോലും സഹായം മേടിക്കാനില്ല, ഒരാളുമില്ല. ഫുൾ കോറം, എല്ലാവരും പാപ്പ ഇമ്മി മക്കൾ എല്ലാവരും പോയി, അവരുടെ ബന്ധുക്കൾ ആരുമില്ല. ദുനിയാവ് പട്ടിണി മാറിയാലില്ലെങ്കിലും സുഖം കിട്ടിയാലില്ലെങ്കിലും പോകും. നമുക്ക് കിട്ടേണ്ടത് പരലോകത്ത് അള്ളാന്റെ കാലിൻ ചുവട്ടിൽ, അർശിന്റെ ചുവട്ടിലുള്ള ആ സ്വർഗത്തിൽ വസിക്കുന്ന ഒരു സ്വർഗവാസിയാണ്. അതാണ് നല്ല പര്യവസാനം. അത് നല്ല ഈമാനുള്ളവർക്ക് നമ്മൾ കൊടുക്കണം, അള്ളാഹുവിൽ തവക്കലാക്കി ജീവിക്കുന്നവർക്ക് കൊടുക്കണം. അതിലേക്കാണ് ഈ ആയത്ത് നമ്മൾ ക്ഷണിക്കുന്നത്. അള്ളാഹു ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച 30-ാമത്തെ ആയത്ത് നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ച ഈ ആയത്ത് ഓതിയിട്ട് 5 മിനിറ്റ് നമസ്കാരം പറഞ്ഞ് അവസാനിക്കും. ഒപ്പം ഓതെന്ന് പറഞ്ഞാൽ ഓതല്ലേ? അതൊക്കെ നെഗറ്റീവാണ്. ഓതണ്ട എന്ന് പറഞ്ഞാൽ ചിലർ ഓതോ, അങ്ങനെ ഓതണ്ട. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ആയത്താണ് അടുത്ത ആഴ്ച എടുക്കുക.
അങ്ങനെ അള്ളാഹുവിന്റെ ഖുദ്റത്തും കഴിവും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന മഹത്തായ ഒരു അനുഗ്രഹത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആയത്താണ് ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉക്കും. നിങ്ങളുടെ വെള്ളം അത് വല്ലാത്തൊരു അത്ഭുതം, പറഞ്ഞാലും തീരാത്തൊരു അത്ഭുതം. ഖുർആനിന്റെ മുഅ്ജിസത്ത് ശരിക്കും കാണാം, അള്ളാഹിന്റെ വാക്യാണ് എന്ന് ശരിക്ക് കണ്ണുകൾ കൊണ്ട് കാണാം. ഖുർആനിലെ മടപ്രയോഗങ്ങൾ കേൾക്കുന്നു. അള്ളാഹു കാത്തിരിക്കുന്നു. നമ്മള് നമസ്കാരം 2 ആഴ്ച അല്ലേ? നമസ്കാരത്തിൽ അവസാനം പറഞ്ഞത് എവിടെയായിരുന്നു? കൈകൾ